ഇന്നത്തെ സെന്റൻസ് അസ്മിൻ ഗൃഹേ സഹ നിർഭയ മാത്രാ സഹ തിഷ്ടന്തി. ഇവിടെ തിഷ്ടന്തി അല്ലേ ക്രിയ വെർബ്. അപ്പൊ തിഷ്ടന്തി എന്ന് പറയുമ്പോൾ തിഷ്ട് ധാതു അല്ലെങ്കിൽ സ്ഥാ ധാതു അതിന്റെ പരസ്മൈപതിയാണ്, ലട്ടാണ്, പ്രഥമ പുരുഷ ബഹുവചനമാണ് തിഷ്ടന്തി. ബാക്കി രൂപം എങ്ങനെ വരും? പ്രഥമ പുരുഷ ഏകവചനം തിഷ്ടതി, ദ്വിവചനം തിഷ്ടത, ബഹുവചനം തിഷ്ടന്തി. താമസിക്കുന്നു അല്ലെങ്കിൽ നിൽക്കുന്നു എന്നൊക്കെ പറയാം. തിഷ്ടന്തി. അടുത്തത് കഹ തിഷ്ടന്തി. ആരാ നിൽക്കുന്നത്, താമസിക്കുന്നത്? സഹ. സഹ എന്ന് പറഞ്ഞാൽ തച്ഛബ്ദമാണ്. സഹ തൗതേ, സഹ ഒരാൾ, അവൻ. തൗതേ സഹ തിഷ്ടന്തി. കുത്ര, എവിടെ? അസ്മിൻ ഗൃഹേ. ഗൃഹേ, ഗൃഹത്തിൽ. സപ്തമി ഏകവചനമാണ്. ഇതെന്താണ്? അസ്മിൻ ഗൃഹേ. അസ്മിൻ എന്ന് പറയുന്നത് ഇതം ശബ്ദമാണ്. ഇതം ശബ്ദത്തിന്റെ സപ്തമി ഏകവചനമാണ്. ഇത് എന്നുള്ള അർത്ഥത്തിൽ, ഈ എന്നുള്ള അർത്ഥത്തിൽ. അസ്മിൻ അനയോഹോ യേശു. സപ്തമിയുടെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അസ്മിൻ അനയോഹോ യേശു. അസ്മിൻ ഗൃഹേ, ഈ ഗൃഹത്തിൽ. സഹ നിർധനഃ മാത്രാ സഹ. നിർധനഃ മാത്ര. മാത്ര എന്ന് പറഞ്ഞാൽ എന്താ? മാതൃശബ്ദം, ഋകാരാന്തമാണ്. മാതൃശബ്ദം ഋകാരാന്ത, സ്ത്രീലിംഗമാണ്. തൃതീയ ഏകവചനം. ബാക്കി രൂപം എങ്ങനെ വരുന്നു? മാത്ര, മാതൃഭ്യാം, മാതൃഭി, മാത. അപ്പൊ ഈ തൃതീയയുടെ എന്താ അർത്ഥം വരുന്നത്? മാത്ര, മാതാവിനാൽ അല്ലെങ്കിൽ മാതാവിനോട് എന്നൊക്കെ വരും. മാത്ര സഹ. സഹ ഇവിടെ അവ്യയമാണ്. ഇനി എങ്ങനെയുള്ള മാതാവ്? നിർധനഃ. നിർധനഃ, ധനമില്ലാത്തത്. നിർധനഃ മാത്ര സഹ തിഷ്ടന്തി. ഇതാണ് ഇവിടെ നിർധനഃ മാത്ര സഹ തിഷ്ടന്തി. സഹ അവ്യയം. അപ്പോൾ ഒന്നുകൂടെ പറയാം. അസ്മിൻ ഗൃഹേ സഹ നിർധനഃ മാത്ര സഹ തിഷ്ടന്തി. ഈ വീട്ടിൽ അവൻ നിർധനയായ മാതാവിനോടൊപ്പം താമസിക്കുന്നു എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം.